ഈ മാർപ്പാപ്പയുടെ വിയോഗം ഏറെ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ എങ്ങനെ ഓർക്കുന്നു? അല്ല, തീർച്ചയായിട്ടും എനിക്ക് ആദ്യം തന്നെ മഹാനായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ ഞാൻ എൻ്റെ അത്യന്തമുള്ള വേദനയും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം 1969 മാർപ്പാപ്പയെ ആദ്യം ഒരു വൈദികനായിട്ട് വരുന്നത്. 2001 അദ്ദേഹം കർദിനാളായി എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന ഭാരതീയൻ അദ്ദേഹത്തെ നേരിട്ട് വിടുന്നത് അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ലെങ്കിലും അത് വളരെ അപൂർവം മാർപ്പാപ്പമാർക്കൊക്കെ ഭാരതത്തിൽ വരാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ധാരണ 2 മാർപ്പാപ്പ മാത്രമേ ഭാരതത്തിൽ വന്നിട്ടുള്ളൂ. ഒന്ന് ജോൺ പോൾ മാർപ്പാപ്പ 1964 ഡിസംബർ മാസം 2-ാം തീയതി തുടങ്ങിയിട്ട് 5-ാം തീയതി വരെയുള്ള 4 ദിവസക്കാരൻ മുംബൈയിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഭാരതം സന്ദർശിച്ചിട്ടുള്ള മാർപ്പാപ്പ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹം കടുത്ത മതേതരവാദിയായതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരു മാർപ്പാപ്പയും ഭാരതം സന്ദർശിച്ചിട്ടില്ല എന്നുള്ള സവിശേഷതയുണ്ട്. 1946 സെപ്റ്റംബർ മാസം 2-ാം തീയതി ചുമതല ഏറ്റെടുത്തിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വേർപാട് വരുന്ന 1964 മെയ് മാസം 27-ാം തീയതിയാണ് അദ്ദേഹം പോകുന്നത്. അതുവരെയുള്ള കാലത്ത് ഒരു മാർപ്പാപ്പമാരും ഭാരതം സന്ദർശിച്ചിരുന്നില്ല എന്നുള്ളതും നമ്മൾ വളരെ ഗൗരവമായിട്ട് കണ്ട വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഒരു 7 മാസക്കാലത്തിന് ശേഷമാണ് ആദ്യത്തെ മാർപ്പാപ്പ ഭാരതം സന്ദർശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം 1986 ജോൺ പോൾ സെക്കൻഡും 1999 അന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ്. ഈ 2 സമയത്തും ജോൺ പോൾ മാർപ്പാപ്പ ഭാരതം സന്ദർശിച്ചിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ മാർപ്പാപ്പമാരെ സംബന്ധിച്ചും ഞാൻ മനസ്സിലാക്കുന്ന അവരെല്ലാവരും അവരുടെ ജീവിതകാലത്ത് നിരവധി കാര്യങ്ങൾ വളരെ പുരോഗമനപരമായിരിക്കുന്ന ചരിത്രപരമായിരിക്കുന്ന പ്രാധാന്യമുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് കാണാൻ സാധ്യമല്ല. ലോക സമാധാനത്തിന് മാർപ്പാപ്പമാരുടെ സംഭാവന ഏറ്റവും വലിയ സംഭാവനയാണ്. ഇപ്പോൾ 2ാം ലോകമഹായുദ്ധം 1ാം ലോകമഹായുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അതിനകത്തൊക്കെ ക്രൈസ്തവ പ്രാതിനിധ്യമുള്ള ക്രൈസ്തവ സ്വാധീനമുള്ള ഭരണകൂടങ്ങൾ അതിലേക്ക് പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ മാർപ്പാപ്പന്മാർ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു വലിയൊരു ചരിത്രപരമായിട്ട് ദൗത്യം നിർവഹിച്ചവരാണ്. അവരൊരിക്കലും ഈ പറയുന്ന വലിയ യുദ്ധങ്ങളുടെ ഒന്നും ഭാഗമായിരുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഇതിന് തൊട്ടുമുണ്ടായിരുന്ന മാർപ്പാപ്പയുണ്ട്, അദ്ദേഹം ബെനഡിക്ട് 16 എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ഭാരതം സന്ദർശിക്കാൻ സാധ്യമായിരുന്നില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചതാണ് ഭാരതത്തിലേക്ക്. പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യ നിമിത്തം അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ഭാരതത്തിൽ വരുന്നതിന് എതിരായിട്ട് നിന്നത് കേരളത്തിലെ ചില ക്രൈസ്തവ സഭകളാണ്. അത് നമ്മൾ ചർച്ച നടത്തുന്ന വിഷയമാണ്. ക്രൈസ്തവ സഭകൾക്ക് അദ്ദേഹം വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഏറ്റവും വിഖ്യാതമായിട്ടുള്ള അദ്ദേഹത്തിന് പ്രസ്താവനയുണ്ട്. ആ വിഖ്യാതമായിട്ടുള്ള പ്രസ്താവന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെന്റ് തോമസ് കേരളത്തിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. അത് പറഞ്ഞ് ബെനഡിക്ട് 16 ആണ്. അദ്ദേഹം വളരെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, ഈ പറയുന്ന സെന്റ് തോമസ് കേരളത്തിൽ സ്ഥാപിച്ചു എന്ന് പറയുന്ന കുരിശുകൾ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം കേരളം സന്ദർശിച്ചിട്ടില്ല. അദ്ദേഹം പോയത് അവിടെ ഡൽഹിയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കാണ് പോയത്. അത് വസ്തുതയാണ്. ഈ വസ്തുത ആദ്യമായിട്ട് ബോധ്യപ്പെടുത്തിയത് വേറെ ആരും ആയിരുന്നില്ല, അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ബെനഡിക്ട് 16 ആണ് ബോധ്യപ്പെടുത്തിയത്. ഇത് നമ്മളൊരു അദ്ദേഹത്തെ ആദരിക്കേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും കേരളത്തിലെ പല സഭകൾക്കും അവർ കൊണ്ടുവരുന്ന ചില കെട്ടുകഥകൾ, ആ കെട്ടുകഥകളെ ഒന്നും അംഗീകരിക്കാതിരുന്ന മാർപ്പാപ്പയാണ് ബെനഡിക്ട് 16. അതുകൊണ്ട് തന്നെ അവരാരും അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നില്ല. സമാനമായ രീതിയിലാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പയെ സംബന്ധിച്ചും. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ച അദ്ദേഹമാണ്. 3 പേരെയാണ് കേരളത്തിൽ നിന്നുണ്ടായത്. 5 പേരെയാണ് മൊത്തം ഭാരതത്തിൽ നിന്ന്, മദർ തെരേസ അടക്കം 5 പേരെയാണ് ഭാരതത്തിൽ നിന്ന് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത്. അതൊരു വലിയൊരു കാര്യമാണ്. ഭാരതത്തിന്റെ ക്രൈസ്തവ സഭകൾക്ക് ലഭിക്കാവുന്ന വലിയൊരു അംഗീകാരമാണ് ശരിക്കത്. കാരണം ഇവർ ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ട് മാർപ്പാപ്പ അംഗീകരിച്ചുകൊണ്ട് അവർ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ അതിനെയും നമ്മൾ വളരെ ആദരസൂചകമായിട്ട് കാണേണ്ടതാണ്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിശേഷത, ഈ സഭകൾ ചെയ്തിട്ടുള്ള, മെത്രാന്മാർ ചെയ്തിരുന്ന, അച്ഛന്മാർ ചെയ്തിരുന്ന നിരവധി കൊള്ളരുതായ്മകളുണ്ട്. ബാലപീഠകള്, കുട്ടികളെ പീഡിപ്പിക്കുന്ന ഏർപ്പാട്. ഈ ഏർപ്പാട് ചെയ്തിരുന്നതാണ് പല പള്ളിയിലച്ഛന്മാരും പല മെത്രന്മാരും പരിപാടി അതായിരുന്നു. ഇതിനെല്ലാം നിയമവിരുദ്ധമായിട്ട് പറയാന്ന് മാത്രമല്ല, അതിന് അദ്ദേഹം പൊതുസമൂഹത്തോട് അദ്ദേഹം മാപ്പരക്കുകയാണ്. അത്യന്തം വേദനാജനക വസ്തുതയാണത്. മാർപ്പാപ്പ പോലുള്ളൊരു വലിയൊരാളെ കൊണ്ട് മാർപ്പ് പറയിപ്പിക്കുന്ന രീതിയിൽ അവിടെ അമേരിക്കൻ ഐക്യനാടുകളിലുള്ള അല്ലെങ്കിൽ പല പാശ്ചാത്യ നാടുകളിലുള്ള മെത്രാന്മാരും അച്ഛന്മാരും എല്ലാം കാണിച്ച സമീപനങ്ങളുടെ ദുരന്ത ഫലം പേറിയത് ഇപ്പോഴത്തെ മാർപ്പാപ്പയാണ്. അദ്ദേഹമാണ് അതിനകത്ത് മാപ്പ് പറഞ്ഞത്. അദ്ദേഹം ഇത്തരത്തിലുള്ള സകല പീഡനങ്ങൾക്കും
ഈ അഭയാർത്ഥികളെ കൊണ്ടുവരുന്ന കാര്യത്തിലടക്കം അദ്ദേഹത്തിന് നിലപാടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ശക്തമായ നിലപാടുകളെ സ്വീകരിച്ചത്. പാശ്ചാത്യര് പലവർക്കും വിസകൾ നിഷേധിച്ചിരുന്നു. നമുക്കറിയാലോ 2002 കാലത്ത് നരേന്ദ്രമോദിക്കടക്കം വിസ നിഷേധിച്ചവരാണ് അമേരിക്ക. പക്ഷേ മാർപ്പാപ്പ പറയുന്നത് ഇതൊന്നും ന്യായയുക്തമല്ല, നീതിയുക്തമല്ല. നീതിയുക്തം എന്ന് പറഞ്ഞാല് ഒരു പ്രദേശം സന്ദർശിക്കുവാനുള്ള സാഹചര്യം എല്ലാവരും സംബന്ധിച്ചുണ്ടാവണം. അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് പോലും അവിടെ പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ പറയുന്ന മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ. അതാണ്. ഇന്ന് മാത്രമല്ല, ഫ്രാൻസിസിന്റെ പേരിൽ, വിശുദ്ധ ഫ്രാൻസിസിന്റെ പേരിൽ മാർപ്പാപ്പയ്ക്കിടാനായിട്ട് ചങ്കൂറ്റം കാണിച്ചത് ഇദ്ദേഹമാണ്. മറ്റവരാരും സ്വീകരിച്ചിരുന്നില്ല. പലരും വേറെ പല പേരിൽ സ്വീകരിച്ചിരുന്നുവെങ്കിലും ഫ്രാൻസിസ് പിതാവിന്റെ പേര് മാർപ്പാപ്പയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ആ പേര് സ്വയം വരിച്ചു. ഇപ്പൊ സാധാരണ മാർപ്പാപ്പ ഇനിയിപ്പോ ഇതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് പുതിയ മാർപ്പാപ്പ വരും. അവര് തന്നെ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർദിനാൾമാരാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. ഇത്തവണ എനിക്ക് തോന്നുന്നു കേരളത്തിൽ, ഇന്ത്യയിൽ നിന്ന് 4 കർദിനാൾമാരാണ് വോട്ടവകാശമുള്ളവര്. അവരവിടെ പോവും, അതിനകത്ത് പങ്കെടുക്കും. അവർ പങ്കെടുക്കുന്ന നിന്ന് മികച്ച 2/3 മെജോറിറ്റി കിട്ടുന്ന ആളെയാണ് മാർപ്പാപ്പയായിട്ട് എടുക്കുക. അങ്ങനെ മാർപ്പാപ്പയായിട്ട് 1ാം ഘട്ടത്തിൽ ആൾ തിരഞ്ഞെടുക്കപ്പെടണം നിർബന്ധമില്ല. ആ സമയത്ത് 2 തരത്തിൽ പുക വരുന്ന പറയാ. വെളുത്ത പുക വരാം, മറ്റു കളർ പുകകൾ വരാം. ഇത് കെമിക്കൽ യൂസ് ചെയ്തിട്ടാണ് ഈ കളർ വരുത്തുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഏതാണെങ്കിൽ ഈ പറയുന്ന വെളുത്ത പുക വരുന്ന സമയത്ത് ആളുകൾക്ക് കൊടുക്കുന്ന സന്ദേശം നിങ്ങൾക്കൊരു ഇടയനെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. നമുക്കൊരു മാർപ്പാപ്പയായി എന്നുള്ളതാണ്. പാപ്പ വന്നു എന്നാണ്. ഈ മാർപ്പാപ്പ തെരഞ്ഞെടുപ്പ് അത് വരുന്ന ഈ 2 ദിവസത്തിനകം മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഭാഗ്യവശാല് ഇന്ത്യയിൽ നിന്ന് 3-4 പേര് അതിനകത്ത് വോട്ടവകാശമുള്ള ആളുകളുണ്ട്. ഈ പറയുന്ന മാർപ്പാപ്പ വന്നതിന് ശേഷമാണ് അവർ പേര് നിശ്ചയിക്കുക. ആ പേര് നിശ്ചയിക്കുന്നത് ആ തെരഞ്ഞെടുക്കപ്പെടുന്ന 3/2 ഭാഗം ആളുകളുടെ വോട്ടുകൾ നേടിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന പാപ്പയാണ് സ്വന്തമായിട്ട് പേര് അതിനൊന്ന് നിശ്ചയിക്കുക. അങ്ങനെ പേര് ആ കാലത്ത് തീരുമാനിച്ച ആളാണ് അർജന്റീനയിലെ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ഇറ്റലിയിലായിരുന്നു, അവരുടെ ബേസ് അവിടെയായിരുന്നു. ഇറ്റലിയിൽ നിന്ന് അവര് അർജന്റീനയിലേക്ക് അദ്ദേഹം ഒരു താമസം മാറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുടിയേറിയവരാണ് അവരെങ്ങനെ. കുടിയേറിയതിന് വല്ല കുടിയേറ്റത്തിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അറിയാം. ഒരു കുടിയേറ്റ കുടുംബത്തിന്റെ ദുരിതങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ബോധവാനായിരുന്നു. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത് അഭയാർത്ഥികളായി എത്തുന്നവര്, കുടിയേറ്റക്കാരായിരിക്കായിട്ട് എത്തുന്ന ആളുകള് പാശ്ചാത്യ നാടുകളിൽ എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷം വരുന്ന പ്രദേശങ്ങളിൽ അവർക്ക് അനുവാദം കൊടുക്കണമെന്ന് മാർപ്പാപ്പ പറയാനുള്ള കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ്. ആ ജീവിതാനുഭവങ്ങളുള്ള നിരവധി അനുഭവങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് അദ്ദേഹം ചെയ്തിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടും നിരവധി കാലം അദ്ദേഹം വൈദികനായിട്ടും അതേപോലെ തന്നെ മെത്രാനായിട്ടും, മെത്രാനായത് 2001 എന്ന് വെച്ചാൽ മെത്രാനായിട്ട് അദ്ദേഹം ഏകദേശം 10-12 കൊല്ലക്കാലത്തിന് അദ്ദേഹം മാർപ്പാപ്പയായിട്ട് വന്നു. ചുരുങ്ങിയ കാലം ഉണ്ടായിരുന്നു. മെത്രാനായിട്ട് സഭയിൽ ഒരുപാട് പരിഷ്കരണങ്ങൾ അദ്ദേഹം ധാരാളം പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ധാരാളം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു മാത്രമല്ല, ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആശ്ലേഷിച്ചിട്ടുള്ള ആൾ കൂടിയാണ് അദ്ദേഹം. വളരെ സന്തോഷത്തോടു കൂടിക്കൊണ്ട് ഇന്നിപ്പോ നമ്മുടെ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് നരേന്ദ്രമോദി അദ്ദേഹത്തെ ക്ഷണിക്കാത്തതുകൊണ്ടാണ് വരാത്തതെന്ന്. വിവരക്കേട് പറയുന്നതിന് വേറെ അർത്ഥം വേണ്ടേ? 2021 നരേന്ദ്രമോദി നേരിട്ട് പോയിട്ട് മാർപ്പാപ്പയെ ക്ഷണിച്ചതാണ്. 4 പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യം അനുവദിക്കുന്നില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ കുഴപ്പമായിട്ട് പറയാൻ പാടില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ പ്രായം എനിക്ക് 88-89 വയസ്സാണ്. 88-89 വയസ്സാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് വരാനായിട്ടുള്ള പ്രയാസം കൊണ്ട് അദ്ദേഹം ഭാരതത്തിലേക്ക് വന്നില്ല. ഏതാണെങ്കിലും അദ്ദേഹത്തിന്റെ വരവ് ഭാരതത്തെ സംബന്ധിച്ച് അനിവാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ദേഹവിയോഗം നമ്മളെ സംബന്ധിച്ച് ഒരു സമാധാനകാംക്ഷിയായിരിക്കുന്ന ഒരു മതനേതാവിന്റെ വിയോഗം എന്നുള്ളതിന്റെ അപ്പുറത്ത് തന്നെ ഒരു വലിയൊരു ലോകത്തിന്റെ തന്നെ ഒരു നാഥനായിരുന്ന മാർപ്പാപ്പയുടെ വേർപാടില് പൊതുസമൂഹം പൂർണ്ണമായിട്ട് അതിനകത്ത് വേദനിക്കണം, അതിനകത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.